തൃശൂർ വൈന്തലയിൽ മുളകുപൊടി എറിഞ്ഞ് അംഗൻവാടി ജീവനക്കാരുടെ മാല കവർന്നു. അംഗൻവാടി ജീവനക്കാരിയായ മോളി ജോർജിന്റെ 3 പവൻ മാലയാണ് കവർന്നത്. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വൈന്തല സ്വദേശി അഞ്ജനയും പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 2 സുഹൃത്തുക്കളാണ് പിടിയിലായത്. സംഘത്തിലെ യുവതിയെ ജീവനക്കാരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലഹരി ഉപയോഗിക്കാനുള്ള പണത്തിനായാണ് മോഷണമെന്നാണ് നിഗമനം. അംഗനവാടിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് പോരുമ്പോൾ ഭയങ്കര പാടത്ത് വെച്ച് 2-3 അവിടെ ഒരു പറമ്പിൽ 3 പേര് 2 പയ്യനും ഒരു പെൺകുട്ടിയോടെ നിന്ന് വർത്താനം പറയുന്നത് കണ്ടു. അത് കഴിഞ്ഞ് 3 വണ്ടികൾ വന്നിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ സൈഡ് ഇങ്ങനെ തിരിഞ്ഞ് നിന്ന് വണ്ടി പോയതിന് ശേഷം അതിലൊരു പയ്യൻ പിന്നാലെ വന്നുകൊണ്ട് ഇങ്ങനെ അത് ഫോൺ ചെയ്തോണ്ട് വന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കടാ ഞാൻ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ ഫോൺ ചെയ്ത് വരണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇങ്ങനെ മുളകുപൊടി ഇങ്ങനെ കണ്ണിലേക്ക്. തൃശൂർ വൈന്തലയിലാണ് സംഭവം. മുളകുപൊടി എറിഞ്ഞ് അംഗൻവാടി ജീവനക്കാരുടെ മാല കവർന്നിരിക്കുന്നു. അംഗൻവാടി ജീവനക്കാരിയായ മോളി ജോർജിന്റെ 3 പവൻ മാലയാണ് കവർന്നിരിക്കുന്നത്. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വൈന്തല സ്വദേശി അഞ്ജനയും പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 2 സുഹൃത്തുക്കളെയുമാണ് പിടിയിലായത്. സംഘത്തിലെ യുവതിയെ ജീവനക്കാരി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലഹരി ഉപയോഗിക്കാനുള്ള പണത്തിനായാണ് ഇത്തരത്തിലൊരു മോഷണം നടത്തിയതെന്നാണ് നിഗമനം. തൃശൂർ വൈന്തലയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. മുളകുപൊടി എറിഞ്ഞാണ് മാല കവർന്നിരിക്കുന്നത്. അംഗൻവാടി ജീവനക്കാരിയായ മോളി ജോർജിന്റെ 3 പവൻ മാലയാണ് മോഷണ സംഘം കവർന്നിരിക്കുന്നത്. 3 പേരെയാണ് സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വൈന്തല സ്വദേശി അഞ്ജനയും പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 2 ആൾക്കാരെയുമാണ് പിടിയിലായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, മുളകുപൊടി എറിഞ്ഞാണ് അംഗൻവാടി ജീവനക്കാരുടെ മാല കവർന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇക്കഴിഞ്ഞ 17-ന് ഉച്ചതിരിഞ്ഞ് 4 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ മോളി എന്ന് പറയുന്ന മാല നഷ്ടപ്പെട്ട സ്ത്രീ 60 വയസ്സ് പ്രായമുണ്ട്, വയോധികയാണ്. ഇവർ അംഗനവാടി ടീച്ചർ കൂടിയാണ്. ജോലി കഴിഞ്ഞ് തിരികെ നടന്നു വരുമ്പോൾ വൈന്തല പാടത്തിന് സമീപം വെച്ചാണ് ഇത്തരത്തിലൊരു കവർച്ച നടക്കുന്നത്. ഈ സ്ഥലം മാള സ്റ്റേഷൻ ലിമിറ്റിൽ പെടുന്ന സ്ഥലം കൂടിയാണ്. 3 പേർ ഈ സ്ത്രീ നടന്നു വരുമ്പോൾ അവിടെ വഴിയരികിലിരുന്ന് സംസാരിക്കുന്നത് കണ്ടു. പിന്നീട് അതിൽ നിന്ന് 2 യുവാക്കളും ഒരു യുവതിയുമാണ്. ആ യുവതിയുടെ പേരാണ് അഞ്ജന. അങ്ങനെ മുളകുപൊടി എറിഞ്ഞ് മാല കവരുകയായിരുന്നു. ഏകദേശം 2.25 ലക്ഷത്തോളം രൂപ വിലയുണ്ട്. ഇപ്പൊ സ്വർണത്തിന് വലിയ വിലയാണ് നമുക്കറിയാം. അത്തരം വലിയൊരു വിലയുള്ള മാല തന്നെയാണ് കവർന്നത്. പക്ഷെ ആ യുവതി, ഈ അഞ്ജന എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ അറിഞ്ഞു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മനസ്സിലായി. അതാണ് കേസിൽ വഴിത്തിരിവായത്. യുവതി മാള സ്റ്റേഷനിലെത്തി പരാതി നൽകി. ഈ അഞ്ജനയെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് പങ്കുവച്ചു. ഇതാണ് പോലീസിനും എളുപ്പത്തിൽ ഈ 3 പേരെയും കണ്ടെത്താനായത്. അഞ്ജനയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യലിൽ അഞ്ജന കുറ്റം സമ്മതിക്കുകയായിരുന്നു. അഞ്ജന ഉൾപ്പെടെ 2 ആൺസുഹൃത്തുക്കൾ ഉൾപ്പെടെ 3 പേരാണ് ഇപ്പോൾ വാള പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇതിൽ ഒരു ആൺസുഹൃത്തിന് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് കൂടി പറയുന്നുണ്ട്. ലഹരിക്ക് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കവർച്ചയ്ക്ക് പദ്ധതിയിട്ട് എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നൽകുന്ന വിശദീകരണം. എന്തായാലും അതിൽ സ്ഥിരീകരണമൊക്കെ വരേണ്ടതുണ്ട്. എന്തായാലും 3 അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടില്ല. 3 വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അരുണിമ, ശരി, വ്യക്തമാണ്. തൃശൂരിലാണ് മുളകുപൊടി എറിഞ്ഞ് അംഗൻവാടി ജീവനക്കാരുടെ മാല കവർന്നിരിക്കുന്നത്. സംഭവത്തിൽ 3 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.